ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്നുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള സോഷ്യൽ സയൻസ് ക്വസ്റ്റ്യൻസിനെ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ സോഷ്യൽ വിഭാഗത്തിൽപ്പെട്ടുള്ള ചോദ്യങ്ങളിലൂടെയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യം പറയുന്നത്, ലോക ജലദിനമായിട്ട് ആചരിക്കപ്പെടുന്നത് എന്നാണ്? ലോക ജലദിനമായിട്ട് ആചരിക്കപ്പെടുന്നത് മാർച്ച് 22 മാർച്ച് 22 ലോക ജലദിനമായിട്ട് ആചരിക്കപ്പെടുന്നത്. അടുത്തത്, ലോക സമാധാനത്തിനുള്ള പ്രഥമ മഹാതീർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? അത് നെൽസൺ മണ്ടേലയ്ക്കാണ്. ലോക സമാധാനത്തിനുള്ള പ്രഥമ മഹാതീർ അവാർഡ് ലഭിച്ചത് നെൽസൺ മണ്ടേലയ്ക്കാണ്. ഏത് സംസ്ഥാനത്തിൻ്റെ സെക്രട്ടേറിയറ്റ് മന്ദിരമാണ് റൈറ്റേഴ്സ് ബിൽഡിംഗ് എന്നറിയപ്പെടുന്നത്? അത് വെസ്റ്റ് ബംഗാളിൻ്റെതാണ്, വെസ്റ്റ് ബംഗാൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് മൈനോറിറ്റി പ്രത്യക്ഷപ്പെടുന്നത്? അപ്പോൾ ആർട്ടിക്കിൾ 29 ഏത് ഭരണഘടനയുടെ ആണ് മൈനോറിറ്റി? അത് ആർട്ടിക്കിൾ 29. അടുത്തത്, മേദിനി പുരസ്കാരം ഏത് രംഗവുമായി ബന്ധപ്പെട്ടതാണ്? അത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടതാണ് മേദിനി പുരസ്കാരം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സൗരോർജം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? അത് ജർമ്മനിയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സൗരോർജം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ജർമ്മനിയാണ്. ആപ്പിൾ കാർട്ട് എന്ന കൃതി ആരുടെ രചനയാണ്? ജോർജ് ബെർണാഡ് ഷോയുടേതാണ് ആപ്പിൾ കാർട്ട്. പൂർവ്വതീര റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? അത് ഭുവനേശ്വറിലാണ്. പൂർവ്വതീര റെയിൽവേയുടെ ആസ്ഥാനം ഭുവനേശ്വർ ആണ്. 163 ലോകരാജ്യങ്ങൾ ഒപ്പുവെച്ച റംസാർ ഉടമ്പടി പ്രകാരം ഒരു പ്രത്യേകത അർഹിക്കുന്ന കേരളത്തിലെ പ്രദേശങ്ങളിൽ ഒന്ന് ശാസ്താംകോട്ട കായലാണ്. ശാസ്താംകോട്ട കായൽ. ഗാർഹിക പീഡനത്തിൽ നിന്ന് സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം പാസാക്കിയ വർഷമാണ് 2005. റൂർക്കേല ഉരുക്കു നിർമ്മാണശാല ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് നിർമ്മിച്ചത്? അത് ജർമ്മനിയാണ്. റൂർക്കേല ഉരുക്കു നിർമ്മാണശാല ജർമ്മനിയാണ്. അടുത്ത, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമം തടയുവാൻ കേരള സർക്കാർ നടപ്പാക്കിയ പദ്ധതിയുടെ പേരെന്താണ്? നിർഭയ എന്നാണ്. നിർഭയ. കണ്ണൂരിലെ സെയിൻറ്റ് ആഞ്ചലോ കോട്ട പണി കഴിപ്പിച്ചതാരാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ്. അടുത്ത, കേരള ബാംബു കോർപ്പറേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? അങ്കമാലി. അങ്കമാലിയിലാണ് കേരള ബാംബു കോർപ്പറേഷൻ്റെ ആസ്ഥാനം. ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ഇന്ത്യയുടെ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ് ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? രംഗനാഥ മിശ്രയാണ്. പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ്. പൗരത്വത്തെക്കുറിച്ച് പറയുന്നതാണ് 5 മുതൽ 11 വരെയാണ്. അടുത്തത്, തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രം പണികഴിപ്പിച്ച രാജാവ് ആരാണ്? രാജരാജ ചോളനാണ്. രാജരാജ ചോളൻ 1 തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രം പണികഴിപ്പിച്ചത് രാജരാജ ചോളൻ ആണ്. അപ്പോൾ സ്വാമി വിവേകാനന്ദനെ വളരെ ആകർഷിച്ച ഉത്തിഷ്ഠത ജാഗ്രത എന്ന് പറയുന്ന ആ ഒരു വാചകം ഏത് ഉപനിഷത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? അത് കഠോപനിഷത്തിൽ നിന്നാണ്. ഉത്തിഷ്ഠത ജാഗ്രത കഠോപനിഷത്ത്. ഇനി അടുത്തത്, ഏത് വിദ്യാഭ്യാസ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് UGC രൂപവൽക്കരിക്കപ്പെട്ടത്? അത് ഡോക്ടർ എസ് രാധാകൃഷ്ണ കമ്മീഷനാണ്. അടുത്ത ചോദ്യം, ചേരിചേരാ പ്രസ്ഥാനം ഔദ്യോഗികമായി നിലവിൽ വന്ന സമ്മേളനം ബെൽഗ്രേഡ് സമ്മേളനത്തിലാണ്. ബെൽഗ്രേഡ് സമ്മേളനത്തിലാണ്. ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് നിലവിൽ വന്ന ഭരണഘടനാ ഭേദഗതിയാണ് 73 ഭരണഘടനാ ഭേദഗതിയാണ്. പഞ്ചായത്ത് രാജ് 73. അടുത്തത്, നീലോക്കരി പരീക്ഷണ പദ്ധതി ആരുടെ ഉന്നമനം ലക്ഷ്യം വെച്ചാണ്? അഭയാർത്ഥികളുടേതാണ്. നീലോക്കരി പരീക്ഷണ പദ്ധതി അഭയാർത്ഥികളുടെ ഉന്നമനം ലക്ഷ്യം വെച്ചാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ കേരള വനിതാ കമ്മീഷൻ്റെയാണ് ആദ്യത്തെ അധ്യക്ഷയാണ് സുഗതകുമാരിയാണ്. കേരള വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷയാണ് സുഗതകുമാരി. ആദ്യമായി പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം ഏതാണ്? പ്ലാസ്റ്റിക് നിരോധിച്ചത് ഹിമാചൽ പ്രദേശിലാണ്. പ്ലാസ്റ്റിക് നിരോധിച്ചത് ഹിമാചലിലാണ്. റഷ്യയുടെ സഹകരണത്തോടുകൂടി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിൻ്റെ പേരെന്താണ്? ബ്രഹ്മോസ്. റഷ്യയുടെ സഹകരണത്തോടുകൂടി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത
സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ്. ഇനിയടുത്ത കൂട്ടത്തിൽപ്പെടാത്ത ജുനഗഡ്, തിരുവിതാംകൂർ, ഹൈദരാബാദ്, കാശ്മീർ കൂട്ടത്തിൽപ്പെടാത്ത കണ്ടെത്തുന്നത് തിരുവിതാംകൂർ ആണ്. അടുത്തത് പോർച്ചുഗലിനെ ഇന്ത്യയിൽ നിന്നും പുറത്താക്കുന്നതിന് അനുകൂലമായിട്ട് UN രക്ഷാസമിതി വീറ്റോ അധികാരം പ്രയോഗിച്ച രാജ്യമാണ് സോവിയറ്റ് റഷ്യ. സോവിയറ്റ് റഷ്യക്കെതിരെയാണ് വീറ്റോ അധികാരം പ്രഖ്യാപിച്ചത്. താൽച്ചർ താപോവൈദ്യുത നിലയം എവിടെയാണ്? താൽച്ചർ താപോവൈദ്യുത നിലയം ഒഡീഷയിലാണ്. താൽച്ചർ താപോവൈദ്യുത നിലയം ഒഡീഷ. ഇനി അടുത്തത് ദാരിദ്ര്യരേഖ താഴെയുള്ളവരുടെ പരിരക്ഷ ഉറപ്പാക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയാണ് ജനശ്രീ ഭീമ യോജനയാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരുടെ പരിരക്ഷ ഉറപ്പാക്കുന്ന ഇൻഷുറൻസാണ് ജനശ്രീ ഭീമ യോജന. ഇത്രയും കണ്ടൻറ്റാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചത്. അപ്പോൾ ഇത് പറയുന്നത് LDCൻ്റെ എക്സാമിന് വന്നിട്ടുള്ള കുറച്ച് സോഷ്യൽ ചോദ്യങ്ങളാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കാം.